ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വാക്യൂം ക്ലീനറുമായി ജീവൻ നേരെ ചെല്ലുന്നത് സുജാത ജോലി ചെയ്യുന്ന ഹോസ്റ്റലിലേക്കായിരുന്നു. അവിടെ വെച്ച് അമ്മയും മകനും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ജീവനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുജാത. തുടർന്ന് ജീവൻ പറയുകയാണ്, അമ്മേ, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആരാ ഈ നിത്യ? കഴിഞ്ഞ ദിവസം റോഡിൽ വെച്ച് രണ്ടാളുകൾ നിത്യ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ എന്തുമാത്രം തല്ലിയെന്നറിയാമോ? എന്താണെങ്കിലും നിത്യ എൻ്റെ ജീവിതത്തിലെ ഒരു അധ്യായമായിരുന്നെന്നാ എൻ്റെ മനസ്സ് പറയുന്നത് എന്നൊക്കെ ജീവൻ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് പേടിയോടെ നിൽക്കുകയാണ് സുജാത. അങ്ങനെ ജീവൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ ജീവൻ്റെ പോക്കറ്റിലേക്ക് കുറച്ച് പൈസ വെച്ച് കൊടുക്കുകയാണ് സുജാത. വേണ്ടെന്ന് ജീവൻ പറയുന്നുണ്ടെങ്കിലും അമ്മയുടെ സ്നേഹമായി കരുതിയാൽ മതിയെന്ന് പറഞ്ഞ് സുജാത നിർബന്ധിച്ച് ആ പണം ജീവൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്കൂളാണ്. ഫാൻസി ഡ്രസ്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ രാമകൃഷ്ണൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അല്ല, കല്യാണി എന്തേന്ന് രാമകൃഷ്ണൻ ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കൊരു പേടിയുണ്ടെന്നും അവൾ സ്റ്റേജിൽ കയറുമ്പോൾ ആരെങ്കിലും കളിയാക്കുമോ എന്നും ഒക്കെ തന്നെ ഹരി പറയുമ്പോൾ അത്രയ്ക്ക് വൃത്തികേടായിട്ടാണോ നീ അവളെ ഒരുക്കി വിട്ടതെന്ന് രാമകൃഷ്ണൻ ചോദിക്കുന്നു. അതേസമയം കല്യാണിയും കൊണ്ട് നിത്യ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും രാമകൃഷ്ണൻ പറയുകയാണ്, നീയല്ലേ പറഞ്ഞത് നിനക്ക് പേടിയുണ്ടെന്ന്, എന്നിട്ട് നീ നന്നായി തന്നെ ഇവളെ ഒരുക്കിയിട്ടുണ്ടല്ലോ. ഇത് കേൾക്കുന്ന നിത്യ പറയുകയാണ്, അത് അയാൾ ഒരുക്കിയതൊന്നുമല്ല, അയാൾ ഒരുക്കി വെച്ച് കാണണമായിരുന്നു. ഞാനാ അതെല്ലാം തുടച്ചു കളഞ്ഞ് ഇപ്പോൾ കുഞ്ഞിനെ വൃത്തിയാക്കി ഒരുക്കിയത്. തുടർന്ന് ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ നിത്യയും ഹരിയും കൂടി വഴക്കുണ്ടാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദ്യം കാണാനായിട്ട് കല്യാണി കൂട്ടിക്കൊണ്ടു പോകുന്ന രാമകൃഷ്ണനെയാണ്. അതേസമയം എനിക്കൊരു ഓല വേണമെന്നും എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു തരാനും കല്യാണി രാമകൃഷ്ണനോട് പറയുന്നു. അങ്ങനെ രാമകൃഷ്ണൻ ഓല എടുക്കാനായി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സുജാതയാണ്. ആദ്യയുടെ പ്രോഗ്രാം കാണാനായി പോയിക്കോട്ടെ എന്ന് സുജാത വാർഡനോട് ചോദിക്കുമ്പോൾ വാർഡൻ പറയുകയാണ്, സുജാതെ, നിങ്ങളുടെ ജോലിയെല്ലാം ഇനി കൂടുതൽ എളുപ്പമാകും. ഞാനേ ഒരു വാക്യൂം ക്ലീനർ വാങ്ങിച്ചിട്ടുണ്ട്. നല്ലൊരു പയ്യനായിരുന്നു അത് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് അയാളെ വിട്ടിട്ടുണ്ടെന്ന് വാർഡൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുജാത. പിന്നീട് കാണിക്കുന്നത് സ്കൂളാണ്. വാക്യൂം ക്ലീനറും കൊണ്ട് പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് പോകുന്ന ജീവനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് നിത്യ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.